കൂടിയുണ്ട്, മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്. ശ്രീ മുഹമ്മദ് അനുമർ, മറ്റൊരു പ്രേക്ഷകൻ ചാക്കോച്ചൻ ഇടുക്കിയിൽ നിന്നാണ്. ശ്രീ ചാക്കോച്ചൻ, കേൾക്കാമോ? ഹലോ, ചാക്കോച്ചൻ എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ ഇടുക്കിയില്ലേ, ഉത്തറ. ഓക്കെ, അൻവർ സാർ നമ്മോടൊപ്പം ഉണ്ട്. ചോദിച്ചോളൂ, താങ്കളുടെ സംശയം എന്താണെന്ന് വെച്ചാൽ ചോദിച്ചോളൂ. അതെ, കേൾക്കാം. ഇത് വീടിന്റെ പരിസരത്ത് എപ്പോഴും പാമ്പ് വരുന്നത്. നമ്മുടെ പുറകിലെ പേരയുടെ പുറകിലേ മരത്തിന്റെ സൈഡിൽ പാമ്പ് വരുന്നത്. അത് ഈ വെളുത്തുള്ളിയും കായം കൂടെ ചുമാരോട് ഭയങ്കര ഇട്ടാൽ മതി, എന്നാലും പാമ്പ് ഇറങ്ങി പോകുന്നു. അങ്ങനെ ഞങ്ങൾ തളിക്കുന്നുണ്ട്. കുഴപ്പമുണ്ടാകുന്നല്ലാണോ? അല്ല, അതായത് വീടിന്റെ പരിസരത്ത് രണ്ട് കാര്യങ്ങളാണ്. അതായത് പാമ്പുകളെ ആകർഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ. ഒന്ന്, പാമ്പുകൾക്ക് ഒളിച്ചിരിക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ. രണ്ട്, പാമ്പുകൾക്ക് ആഹാരമാകുന്ന ജീവികളുടെ സാന്നിധ്യം. ഈ രണ്ട് സംഗതികളും നമ്മുടെ വീടിന്റെ പരിസരത്ത് നിന്ന് മാറ്റുക എന്നുള്ളതാണ്. ഒളിച്ചിരിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ വീടിനോട് ചേർന്ന ഇപ്പൊ ഗേറ്റും അങ്ങനെയുള്ള മതിലും ഒന്നും ഇല്ലാത്ത വീട് ഓപ്പൺ ആയാൽ പോലും വീടിനോട് ചേർന്ന് പൊത്തുകൾ, മാളങ്ങൾ, അങ്ങനെയുള്ള സംഗതികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ അതൊക്കെ മൂടി അടച്ച് സുരക്ഷിതമാക്കി വെക്കുക. പിന്നെ കുറ്റിക്കാടുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് ചെറിയ കാടുപടലങ്ങളൊക്കെ വീട്ടിൽ അടുത്തൊക്കെ വളർന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പാമ്പുകൾ ആ സ്ഥലത്ത് വന്ന് ഒളിഞ്ഞിരിക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ വീടിന് പരിസരത്തൊക്കെ കാടുകളൊക്കെ, അടിക്കാടുകളൊക്കെ ക്ലിയർ ചെയ്ത് നല്ല ക്ലീൻ ആക്കി നീറ്റാക്കി ഇടുക എന്നുള്ളതാണ്. ചോദ്യം ചോദിക്കുകയാണ്, ഇപ്പൊ ഈ വെളുത്തുള്ളിയും കായൊക്കെ ഉപയോഗിച്ചുള്ള ഈ നാടൻ പരിപാടി ഉണ്ടല്ലോ, അത് എഫക്റ്റീവ് ആണ്? അത് അതായത് ശാസ്ത്രീയമായി പറഞ്ഞു കഴിഞ്ഞാൽ അത് എഫക്റ്റീവ് അല്ല എന്നുള്ളതാണ്. പാമ്പുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓൾഫാക്ടറി സെൻസസ് അണ്ടർ ഡെവലപ്ഡ് ആണെന്ന് പറയും. അതായത് ഗന്ധം തിരിച്ചറിയാനുള്ള കഴിവ് നമ്മളെ അപേക്ഷിച്ച്, അല്ലെങ്കിൽ സസ്തനികളെയൊക്കെ അപേക്ഷിച്ച് അതിൻ്റെ ഗന്ധം തിരിച്ചറിയാനുള്ള കഴിവ് വളരെ വളരെ കുറവാണ്. അതായത് ഇപ്പം നമ്മൾ മൂക്കിലൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ചുറ്റുമുള്ള വസ്തുക്കളുടെ മണം നമുക്ക് മനസ്സിലാവും, ഗന്ധം മനസ്സിലാവും. പക്ഷെ പാമ്പുകൾക്ക് ഈ ഒരു കഴിവില്ല. പാമ്പുകൾ അതിന് പകരം പാമ്പുകൾ മൂക്ക് ഉപയോഗിക്കുന്നത് ശ്വാസം എടുക്കാൻ വേണ്ടി മാത്രമാണ്. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് പാമ്പ് ഇങ്ങനെ നാവ് പുറത്തേക്ക് ഇടുന്നത് കാണാൻ സാധിക്കും. ഇങ്ങനെ നാവ് പുറത്തേക്കിട്ട് ടങ് ഫ്ലിക്കിങ്ങിലൂടെ ആ ഒരു പാമ്പിന്റെ പരിസരത്തുള്ള അതിൻ്റെ ഇരജീവികളുടെ സാന്നിധ്യം, അതുപോലെ ഇണപ്പാമ്പിന്റെ സാന്നിധ്യം, ശത്രുക്കളുടെ സാന്നിധ്യം, ഇതൊക്കെ ആ പാമ്പിന് കൃത്യമായിട്ട് മനസ്സിലാകും. മറ്റു എല്ലാ വസ്തുക്കളുടെയും ഗന്ധം തിരിച്ചറിയാനുള്ള ഒരു കഴിവ് പാമ്പുകൾക്ക് കുറവാണ്. അതുകൊണ്ട് തന്നെ വെളുത്തുള്ളി ചതച്ചിടുക അല്ലെങ്കിൽ മണ്ണെണ്ണ തളിക്കുക, അല്ലെങ്കിൽ ഈ ഡീസലൊക്കെ തളിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് പാമ്പ് വരില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. അതുപോലെ പാൽക്കായം തളിക്കുക, അത്തരത്തിലുള്ള ചില വിശ്വാസങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് പാമ്പുകളെ ദൂരീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. എലി പോലുള്ള ജീവികളൊക്കെ പരിസരത്ത് വരാതെ നമ്മൾ ശ്രദ്ധിക്കുക. അതായത് ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങളൊക്കെ നമ്മൾ ഒന്ന് ശ്രദ്ധയോടുകൂടി നമ്മൾ എന്ത് ചെയ്യുക, അവിടെ നിന്ന് അലക്ഷ്യമായി വെതറിയിടാതെ ശ്രദ്ധിക്കുക. ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എലിയൊക്കെ വരും. എലി വന്നു കഴിഞ്ഞാൽ അതിനെ പിടിക്കാൻ വേണ്ടി പാമ്പുകൾ വരും. അതൊക്കെ ശ്രദ്ധിക്കുക. ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതുന്നു ചാക്കോച്ചൻ. താങ്ക് യു വിളിച്ചതിന്.